ഹരേ കൃഷ്ണ. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗയാ വിഷ്ണുപാദ ക്ഷേത്രം. 108 ദിവ്യദേശങ്ങളിൽ ഒരു പ്രധാന സ്ഥലമാണ് ഗയയിലെ വിഷ്ണുപാദ ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ മറ്റ് അമ്പലങ്ങൾ പോലെ പ്രതിഷ്ഠാമൂർത്തി വിഗ്രഹങ്ങളോ ഒന്നുമില്ല. ശ്രീകോവിലിന് ഭഗവാന്റെ തൃപ്പാദം മാത്രം, അത് ഒറ്റ പാദം മാത്രമേ ഇവിടെ കാണാൻ സാധിക്കൂ. പണ്ട് ഗയ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. അസുരനെ ഭഗവാൻ വധിച്ചു. അപ്പൊ അസുരൻ ഒരു പ്രാർത്ഥന ആവശ്യപ്പെട്ടു. ഇവിടെ വന്ന് ആര് ശ്രാദ്ധം ചെയ്താലും ഭഗവാൻ അവർക്ക് മോക്ഷം കൊടുക്കണം എന്നാണ്. അതിന്റെ പേരിൽ ഗയയിൽ ശ്രാദ്ധം ചെയ്തു കഴിഞ്ഞാൽ, ഗയ ബീഹാറിലാണ്, ശ്രാദ്ധം ചെയ്താൽ ആ പിതൃക്കൾക്ക് മോക്ഷം ഉറക്കുന്ന. അങ്ങനെ ശ്രീരാമചന്ദ്രമൂർത്തി വന്ന് ഇവിടെ ശ്രാദ്ധം ചെയ്യാനായി സീതാദേവിയോടൊപ്പം വന്നപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി അല്പം വരാൻ താമസിച്ചു. സീതാദേവി ഇവിടെ കാത്തിരിക്കുവായിരുന്നു. അപ്പൊ ദശരഥ ചക്രവർത്തി ആകാശത്തിൽ പ്രത്യക്ഷമായി, ദേവി എത്രയും പെട്ടെന്ന് ശ്രാദ്ധം ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അപ്പൊ സീതാദേവി തന്നെ ആ ശ്രാദ്ധം ചെയ്യാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് താമസിച്ച് രാമചന്ദ്രമൂർത്തി വന്നപ്പോ സീതാദേവി പറഞ്ഞു, ശ്രാദ്ധം കഴിഞ്ഞു. ആണോ, ഇത്രയും നേരത്തെ? അതെ, കഴിഞ്ഞു. ഇവരെല്ലാം കണ്ടോണ്ടിരുന്നു എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോ, എന്റെ പുറകെ കാണുന്ന ഫൽഗു നദി, ഗയയിലെ ബ്രാഹ്മണൻ, തുളസി ചെടി, പശു, ആല്, ഇവർ 5 പേരും കണ്ടു. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി അവരെടുത്ത് ചോദിച്ചു, നിങ്ങൾ എല്ലാരും കണ്ടോ? അവരെല്ലാം പെട്ടെന്നൊരു കള്ളം പറഞ്ഞു, ഞങ്ങളാരും കണ്ടില്ല, ആല് മാത്രമാണ് കണ്ടത്. ഒരു മഹാ അത്ഭുതം. എന്റെ പുറകെ നിങ്ങൾക്ക് ഫൽഗു നദി കാണാം. ഈ നദി വർഷത്തിൽ 365 ദിവസവും ഉണങ്ങിയാണ് ഇരിക്കുന്നത്. ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്തും വെള്ളമുണ്ട്, പിന്നെ കഴിഞ്ഞ് താഴോട്ടും വെള്ളമുണ്ട്. ഈ മധ്യഭാഗത്തിൽ മാത്രം 365 ദിവസം ഇത് ഉണങ്ങിയിരിക്കുകയാണ്, വെള്ളമേ ഇല്ല. സീതാദേവിയുടെ ശാപം എന്നാ പറയുന്നത്. അതേപോലെ ഗയയിലുള്ള ബ്രാഹ്മണനെ എത്ര പണം കൊടുത്താലും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. അതേപോലെ ഗയയിൽ പശുക്കള് എത്ര ഭക്ഷണം കൊടുത്താലും എല്ലും തോലുമായിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ എത്ര ശ്രമിച്ചാലും ഗയയിൽ തുളസി വളരത്തില്ല. ഈ ശാപം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ നാട്ടിൽ തുളസിയില്ല, ബ്രാഹ്മണരുടെ ആർത്തി കുറയുന്നില്ല, പശുക്കള് എത്ര കഴിച്ചാലും വണ്ണം വെക്കുന്നില്ല, ഫൽഗു നദിയിൽ ഒട്ടും വെള്ളവുമില്ല. സീതാദേവിയുടെ ശാപം എന്നാ പറയുന്നത്. ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇവിടെ എൻ്റെ പുറകെയാണ് ഗയ ക്ഷേത്രം, വിഷ്ണുപാദ ക്ഷേത്രമുള്ളത്. ശ്രീകോവിലിൽ ഭഗവാന്റെ ഒറ്റപ്പാദം മാത്രമുള്ള ഒരു ദിവ്യദേശം. ഹരേ കൃഷ്ണ.